ഹരേ കൃഷ്ണ. രാവണനും സീതാദേവിയുമായുള്ള വാക്ക് തർക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കഥാരൂപമാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് സീതാദേവി രാവണനോട് പറയുകയാണ്, നിന്റെ നീചമായ പ്രവൃത്തികൾ മൂലം ഐശ്വര്യസമൃദ്ധമായ ലങ്ക മുടിയാറായിരിക്കുന്നുവെന്ന്. അതിൻ്റെ ബാക്കി ഭാഗമാണ് പറയുവാൻ പോകുന്നത്. സീതയുടെ ഭയലേശമില്ലാതെയുള്ള നിന്ദാവചനങ്ങൾ കേട്ട് രാവണൻ കലികൊണ്ട് തുള്ളി. അയാൾ ഉറക്കെ ഗർജിച്ചു, എന്ത്, ഇത്ര സൗമ്യമായി ഞാൻ നിന്നോട് സംസാരിച്ചിട്ടും നീ എന്നെ പരിഹസിക്കുന്നു? നിന്റെ സൗന്ദര്യത്തിൽ ഞാൻ ഭ്രമിച്ചു എന്നത് ശരി തന്നെ എന്ന് കരുതി എൻ്റെ ക്ഷമയ്ക്ക് ഒരതിരുണ്ട്. ഇനിയും എന്തിനും പരീക്ഷിക്കാൻ നാം നിന്നെ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അരയിൽ നിന്നും വാൾ ഊരിയെടുത്ത് 4 വശത്തും ചുഴറ്റി. അതിനുശേഷം സീതയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, എടി ധിക്കാരി, നീ എന്നെക്കുറിച്ച് എന്ത് ധരിച്ചിരിക്കുന്നു? നിന്റെ ഭർത്താവ് ആരായാലും കൊള്ളാം, അവൻ്റെ ശിരസ് അധികം താമസിയാതെ ഞാൻ വീഴ്ത്തുന്നുണ്ട്. നീ ഒരു സ്ത്രീ ആയതുകൊണ്ട് നിന്നെ ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ നീ ഒരു കാര്യം ഓർക്കുന്ന നന്ന്, ഞാൻ 10 മാസമായി നിന്റെ നിന്ദാവചനങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. 2 മാസം കൂടി ഞാൻ നിനക്ക് സമയം തരുന്നു. അതിനുള്ളിൽ നീ എനിക്ക് വഴങ്ങിയില്ലെങ്കിൽ നിന്റെ ശിരസ് ഞാൻ ഛേദിക്കുന്നതാണ്. രാവണൻ്റെ കോപം കണ്ട് അടുത്തു നിന്നിരുന്ന രാക്ഷസികൾ ഭയന്നോടി. എന്നാൽ സീതാദേവിക്ക് യാതൊരു ഭയവും തോന്നിയില്ല. ജാനകി ശ്രീരാമദേവനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിശ്ചലയായിരുന്നു. ഈ അവസരത്തിൽ അശോകവനത്തിൽ സ്ഥാനം പിടിച്ചിരുന്ന ഹനുമാന്റെ ശരീരം അസകലം കോപം കൊണ്ട് വിറച്ചു. ദശമുഖന്റെ ധിക്കാരവും നിന്ദയും ഹനുമാനെ ചൊടിപ്പിച്ചു. രാവണന്റെ 10 ശിരസ്സുകൾ ഒരു നിമിഷം കൊണ്ട് വെട്ടി നിരത്തിട്ടെങ്കിലോ എന്ന് ആഞ്ജനേയൻ ആശിച്ചുപോയി. ആ സമയത്ത് അവിടെ പാഞ്ഞെത്തിയ മണ്ഡോദരി കയ്യിൽ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ലങ്കാധിപനെ കണ്ട് ക്രോധം പൂണ്ടു. അത് കണ്ട് രാവണൻ ഞെട്ടി. മണ്ഡോദരി ഉറങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് പോന്നത്. പക്ഷേ അവൾ ഇപ്പോൾ തന്നെ പിന്തുടർന്ന് ഇവിടെ എത്തിയിരിക്കുന്നു. മാത്രമോ, താൻ സീതയോട് പറഞ്ഞത് മുഴുവൻ അവൾ കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ശോ, നാണക്കേടായി എന്ന് ചിന്തിച്ച് രാവണൻ ലജ്ജിച്ചു നിൽക്കുമ്പോൾ മണ്ഡോദരി രാവണനോട് തട്ടിക്കയറി. സ്വന്തം പത്നിയെ ഉറക്കിക്കിടത്തിയിട്ട് പരസ്ത്രീയെ പ്രാപിക്കാൻ അങ്ങയ്ക്ക് ലജ്ജ തോന്നുന്നില്ലേ? അബലയായ സ്ത്രീയോട് പരാക്രമം കാട്ടുന്നത് ധീരന്മാർക്ക് ചേർന്ന പ്രവൃത്തിയല്ല. അങ്ങ് എന്നെ സാക്ഷി നിർത്തി സീതയോട് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഹരേ കൃഷ്ണ. ഇതിൻ്റെ കുറച്ച് ഭാഗം കൂടെ ബാക്കിയുണ്ട്.